കേരള കോൺഗ്രസ് എമ്മിനെ യു.ഡി.എഫിൽ എത്തിക്കാനുള്ള നീക്കം സജീവമാണ് എന്ന് വലിയ തോതിൽ വരുന്നുണ്ട്. ആദ്യമൊക്കെ ഈ വാർത്തയോട് നിഷേധാത്മക സ്വഭാവമായിരുന്നു ജോസ് മോനും കൂട്ടരും നടത്തിയത്. ഇപ്പോഴിതാ ജോസ് മോനും കൂട്ടരും പറയുന്നു, അതെ, ഞങ്ങൾ യു.ഡി.എഫിലേക്ക് തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ പാലായിൽ ഇനി യു.ഡി.എഫ് സീറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. കാരണം മാണി സി കാപ്പനല്ലാതെ അവിടെ ആര് നിന്നാലും വിജയിക്കില്ല എന്ന രീതിയിലേക്ക് അത്രമേൽ ഇഴകിച്ചേരുന്ന രാഷ്ട്രീയ പ്രവർത്തനവുമായി മാണി സി കാപ്പൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വിഷയം ജോസ് മോൻ എവിടെ നിന്നാലാണെന്ന് പച്ച പിടിക്കുക. തിരുവമ്പാടി സീറ്റ് ലീഗിനാണ് സ്ഥിരം മത്സരിക്കാനായി യു.ഡി.എഫ് വിട്ടുകൊടുക്കുന്നത്. ആ സീറ്റിൽ കഴിഞ്ഞ തവണ CPIM സ്ഥാനാർത്ഥി വിജയിച്ചത് 4436 വോട്ടുകൾക്കാണ്. അതിനു മുമ്പ് 3008 വോട്ടുകൾക്ക്, അതായത് നേരിയ ഭൂരിപക്ഷങ്ങൾക്കാണ് CPIM ആ സീറ്റ് വിജയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗാണ് അവിടെ രണ്ടാം സ്ഥാനത്തെത്തുന്നത്. എന്നാൽ ലീഗ് ആ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുക്കാം എന്നൊരു വിചാരമുണ്ട്. പക്ഷേ അത് വെള്ളത്തിൽ വരച്ച വരയാകും എന്ന് കൃത്യമായി തന്നെ ലീഗിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്. കാരണം ലീഗിലെ ഒരു വിഭാഗത്തിന് അതിർത്തിയുമുണ്ട്. ജോസ് കെ മാണിയുടെ യു.ഡി.എഫ് പ്രവേശനം മാത്രമല്ല, കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ മുസ്ലിം ലീഗിൽ ഒരു കൂട്ടർ എതിർക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എം ഇനി കേരളത്തിൽ ഗതി പിടിക്കാൻ പോകുന്നില്ല. ആ ഗതി പിടിക്കാൻ പോകാത്ത പാർട്ടിയെ എന്തിൻ്റെ പേരിലാണ് രാഷ്ട്രീയപരമായി യു.ഡി.എഫ് ചുമക്കേണ്ടത്? ചുമന്നാൽ നാറി നാണം കെടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. യു.ഡി.എഫ് എന്തിനാണ് ഇങ്ങനെ ചുമന്ന് ഉള്ള വില കൂടി കളയുന്നത്? യു.ഡി.എഫിന് വലിയ തോതിൽ സ്വാധീനമുണ്ട്, ജനകീയ വികാരം ആളിക്കത്തുന്നുമുണ്ട്. നമുക്കറിയാം, LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ തോമസ് ചാഴിക്കാടൻ 88,000 വോട്ടുകൾക്കാണ് കോട്ടയത്ത് കെ ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെട്ടത്. അതോടുകൂടി ഒരു കാര്യം കേരള കോൺഗ്രസ് എമ്മിന് മനസ്സിലായി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇടുക്കിയിൽ മാത്രമല്ല, കോട്ടയത്തും പത്തനംതിട്ടയിലും സർവ്വ മേഖലകളിലും കേരള കോൺഗ്രസ് എമ്മിനേക്കാൾ ആധിപത്യമുണ്ട്. MLA-മാരുടെ എണ്ണത്തിൽ നിലവിൽ 2 പേർ മാത്രമേ ജോസഫ് ഗ്രൂപ്പിലുള്ളൂ, PJ ജോസഫും മോൻസ് ജോസഫും. എന്നാൽ വളരെ വൈകാതെ തന്നെ അത് 2-ൽ നിന്നും 8 9 ഒക്കെ ആയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം 2 സിറ്റിംഗ് MLA-മാർ, അതായത് ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും കാഞ്ഞിരപ്പള്ളി MLA ആയ N ജയരാജൻ ജോസഫിനെ കണ്ട് കൃത്യമായി ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏതായാലും തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്താൽ തന്നെ അവിടെ ജോസ് കെ മാണി ജയിക്കാൻ പോകുന്നില്ല. 8 നിലയിൽ പൊട്ടും. ഒരുപക്ഷെ CPM-ൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ജോസ് കെ മാണിയെ അത്രമേൽ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി വെറുത്തു. ആട്ടും തോലിട്ട ചെന്നായയാണ് ജോസ് കെ മാണി എന്ന് തന്നെ കൃത്യമായി യു.ഡി.എഫുകാർ തള്ളിപ്പറഞ്ഞതാണ്. ഒരു ദുർഘടഘട്ട വന്നപ്പോൾ KM മാണിയെ നെഞ്ചുകൊടുത്ത് സഹായിച്ചവരെ തള്ളിപ്പറഞ്ഞവരാണ് ജോസ് കെ മാണിയും കൂട്ടരും. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത യു.ഡി.എഫിനില്ല എന്നും അതിൻ്റെ ആവശ്യവും ഇല്ല എന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശക്തമായി പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് തിരുവമ്പാടിയിൽ ഗതി പിടിക്കുക?